ഹലോ, എൻ്റെ പേര് സാഹിർ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് പൊളിറ്റിക്സിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയാൻ കാരണം രാഷ്ട്രീയത്തെ പറ്റിയിട്ട് നമ്മളെ ആളുകൾക്ക് അറിയില്ല. പൊളിറ്റിക്സ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ നമ്മളെ ഇന്ത്യ എന്ന രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്. ആ ജനാധിപത്യ രാജ്യത്ത് ഡോക്ടർ ബി ആർ അംബേദ്കർ നമ്മൾ ഭരണഘടന മുപ്പരുടെ നേതൃത്വത്തിൽ ഭരണഘടന ഉണ്ടാക്കുകയും അതിൽ തന്നെ ഒരുപാട് നമ്മുടെ ഇന്ത്യൻ പൗരന് വേണ്ടതായിട്ടുള്ള ഒരുപാട് നിയമങ്ങൾ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ നിയമങ്ങളൊക്കെ നമുക്ക് കൃത്യമായി തന്നെ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൽ പ്രയത്നിച്ചു കൊണ്ടിരിക്കണം. കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആ നിയമങ്ങളൊക്കെ എല്ലാത്തരം അവകാശം നമുക്ക് കിട്ടുന്ന അവസ്ഥയല്ല. ആ രീതിയിലുള്ളൊരു ഭരണമാണ് നമ്മുടെ ഭരണപക്ഷം എന്നുള്ളത്. അപ്പോൾ അതിനെതിരെ പറയാൻ വേണ്ടിയിട്ടാണ്, അതിനെതിരെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് പ്രതിപക്ഷം എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ രാഷ്ട്രീയ കളികളാണ്, മനസ്സിലാക്കണം. രാഷ്ട്രീയത്തോട് അത്രയും കൂറ് പുലർത്തണം പറയാൻ കാരണം ഇന്ത്യ എന്ന രാജ്യം ജനാധിപത്യമായിട്ടുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു ബന്ധമുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ ഇന്ത്യ എന്ന രാജ്യവും പൊളിറ്റിക്സും ഇങ്ങനെയാണ്, അത്രയും വലിയ അടുപ്പത്തിലാണ്. അപ്പോൾ ഇന്ത്യ എന്ന രാജ്യത്ത് ഒരു പൗരൻ ജീവിക്കുകയാണെങ്കിൽ, ഇന്ത്യ രാജ്യത്ത് ഒരു മനുഷ്യൻ ജീവിക്കുകയാണെങ്കിൽ അവന് രാഷ്ട്രീയത്തെ പറ്റിയിട്ടുള്ള അറിവ് വേണം, നിർബന്ധമാണ്. അത്രയും പ്രാധാന്യമുള്ള കാര്യമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു രാജ്യത്ത് ഞാൻ പറഞ്ഞു ഭരണഘടനയുടെ 1950 ജനുവരി 26 ഭരണഘടനയുടെ നിർമ്മാതാവായ ബി ആർ അംബേദ്കർ നേതൃത്വത്തിൽ ഭരണഘടന നിർമ്മിതമായി. പിന്നീട് അതിനുശേഷം അത് നിയമം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വന്നു. പക്ഷെ ഇപ്പോഴത്തെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ ഭരണപക്ഷം എന്നുള്ളത് നമുക്ക് പ്രതികൂലമാണ്. അപ്പോൾ നമുക്ക് ഇതിനെതിരെ പറയാൻ വേണ്ടിയിട്ട്, ഇതിനെതിരെ ഈ ലംഘനത്തിനെതിരെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവരെ യൂസ് ചെയ്യാം. അതിനാണ് ജനാധിപത്യ തെരഞ്ഞെടുപ്പുകൾ എന്നൊക്കെ പറയുന്നത്. ആ തെരഞ്ഞെടുപ്പുകളിൽ നമുക്ക് ഓരോ ആളുകൾക്കും അതിൻ്റെതായ വോട്ടിന് പ്രാധാന്യമുണ്ട്. നമ്മുടെ മണ്ഡലത്തിൽ ആരാണോ നിൽക്കുന്നത്, പ്രതിനിധിയായിട്ട് ആരാണോ നിൽക്കുന്നത്, MP ആവട്ടെ MLA ആവട്ടെ, MP ആണെങ്കിൽ നമ്മൾ അവന് വോട്ട് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് പാർലമെൻറ്റിലേക്ക് പറഞ്ഞേക്കുക. ഒരു അവകാശ ലംഘനം നമുക്ക് വരികയാണെങ്കിൽ നമുക്ക് അതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ അറിയണം. നമ്മൾ ചിലപ്പോൾ എല്ലാ ഒരു സമയത്തും നമുക്ക് വില്ലേജ് ഓഫീസിനെ കിട്ടണമെന്നില്ല, എല്ലാ സമയത്തും ജനപ്രതിനിധികളെ കിട്ടണമെന്നില്ല, എല്ലാ ഒരു സമയത്തും നമുക്ക് MLA-മാർ MP-മാർ നേരത്തെ പറഞ്ഞ പോലെ അതുപോലെ തന്നെ IAS-കാർ മറ്റു സഹായിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ഇവരൊന്നും കിട്ടണമെന്നില്ല. ചില സമയത്തൊക്കെ നമുക്ക് തന്നെ പ്രതിരോധിക്കാനുള്ള അവസ്ഥ വരും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ ഒരു അവസ്ഥ വരുമ്പോൾ നമുക്ക് ഇതിനെതിരെ പറയാനുള്ള ഒരു റൈറ്റ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പറയാനുള്ള ഒരു കഴിവ് നമുക്ക് വേണമെങ്കിൽ അതനുസരിച്ചുള്ള അറിവ് നമുക്ക് വേണം എന്നുള്ളതാണ്. അതിനാൽ രാഷ്ട്രീയപരമായിട്ട് പൊളിറ്റിക്സ് പരമായിട്ട് ഭരണഘടനയിലെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, മനസ്സിലാക്കാം. ചില കാര്യം മാത്രം പറഞ്ഞുതരാം. ഇന്ത്യൻ ഭരണഘടനയിൽ പ്രധാനമായിട്ടും ഒരു മനുഷ്യന് നൽകുന്ന മൗലിക അവകാശങ്ങളുണ്ട്. മതപരമായ അവകാശം, വിദ്യാഭ്യാസപരമായ അവകാശം, സമത്വത്തിനുള്ള അവകാശം, അതുപോലെ ചൂഷണത്തിനെതിരുള്ള അവകാശം, ഭരണഘടന പരിഹാരത്തിൻ്റെ അവകാശം, ഒരുപാട് തരത്തിലുള്ള 6 തരത്തിലുള്ള അവകാശങ്ങളുണ്ട്. ആ അവകാശം കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. കുറച്ച് കാര്യങ്ങൾ നമ്മൾ അതിനെക്കുറിച്ച് ആശയങ്ങളെങ്കിലും മനസ്സിലാക്കിയിരിക്കണം. കാരണം ഇങ്ങനെ ഒരു അവകാശ ലംഘനം ഉണ്ടാകുമ്പോൾ നമുക്ക് അതിൽ നിന്ന് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള അറിവ് നമുക്ക് വേണം എന്നുള്ളതാണ്. കാരണം ജനഗണമനയിൽ പൃഥ്വിരാജ് പറയുന്നത് പോലെ ഇന്ത്യ എന്ന രാജ്യം ഒരുത്തിൻ്റെയും തന്തയുടെ വകയല്ല, ഇത് നമ്മുടെ രാജ്യമാണ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സന്ദർഭം നമുക്ക് മനസ്സിലാക്കാം. ഇന്ത്യ എന്ന രാജ്യം നമുക്കായി പറഞ്ഞ രാജ്യമാണ്. ഇന്ത്യൻ രാജ്യം ഇന്ത്യൻ പൗരന്മാർക്ക് പറഞ്ഞ രാജ്യമാണ്. അതിന് പലതരത്തിലുള്ള അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങൾക്കനുസരിച്ച് നമുക്ക് ജീവിക്കാനുള്ള അധികാരമുണ്ട്, അർഹമുണ്ട്. അതിനാൽ അതിനെതിരെ ആരെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു ശേഷി ഉണ്ടായിരിക്കണം. അതിന് ഈ രാഷ്ട്രീയപരമായിട്ട് അറിയാൻ നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ ട്രംപും ഒരു കരാർ ഒപ്പുവെക്കുണ്ടായി. മനസ്സിലാക്കണം, ട്രംപിന് ഇറാനുമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് മുമ്പ് ഇറാനുമായിട്ടുള്ള വ്യാപാര ബന്ധത്തിൽ നിന്ന് ഇന്ത്യ പിന്മാറണം എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ്
പ്രസ്താവിക്കുകയും അല്ലാത്ത പക്ഷം ചുങ്കം ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ട്രംപ് നമ്മുടെ രാജ്യത്തിൽ നിന്ന് ചുങ്കം കുറച്ച് 18 ആക്കി. കാര്യം നമ്മുടെ രാജ്യത്തിന് മെച്ചമൊക്കെ ആണെങ്കിലും എന്നാലും ചില വെളിപ്പെടുത്തൽ വ്യക്തത വരുത്താനുണ്ട്. മനസ്സിലാക്കണം. ഇതിനെതിരെ രാഹുൽ ഗാന്ധി ചോദ്യം ചെയ്തു, ഇതിനെന്തൊരു വ്യക്തത വരുത്താത്തത്, ഇത്തരത്തിലുള്ള 18% ചുങ്കം ഏർപ്പെടുത്തിയെന്നും അതുപോലെ തന്നെ ഈ വ്യാപാര കരാറിൻ്റെ കൃത്യമായി തന്നെ ലിസ്റ്റുകൾ തരാതെ ഇരിക്കുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ വ്യക്തത വരുത്താത്തത് എന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചതിൽ നിന്നും ഉത്തരം ധനമന്ത്രിയോ പ്രധാനമന്ത്രിയോ തന്നിട്ടില്ല. അന്ന് വ്യക്തത തരാത്തതിന് മേലിൽ രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ ഒരുപാട് ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പ്രതിപക്ഷം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് നമുക്ക് അവകാശപ്പെട്ട കാര്യമല്ലേ, നമ്മുടെ കാര്യമല്ലേ. കാരണം ഇന്ത്യൻ രാജ്യത്ത് ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകും, സാമ്പത്തികമായിട്ടുള്ള കരാറുകൾ ഒപ്പെടുക്കുമ്പോൾ അത് നമുക്ക് തന്നെയല്ലേ ബാധിക്കുന്നത്. സോഷ്യൽ പ്ലാറ്റ്ഫോമുകൾ, അതായത് ഇപ്പോൾ കത്തി നിൽക്കുന്നത് ഇൻസ്റ്റഗ്രാമും യൂട്യൂബൊക്കെയാണ്. യൂട്യൂബിലൊക്കെ എന്ന അഭിപ്രായം കൃത്യമായിട്ട് രേഖപ്പെടുത്താം. പ്രതിപക്ഷത്തിന് ഈ വാർത്ത കിട്ടുകയും പ്രതിപക്ഷം ഈ ഭരണപക്ഷത്തിൻ്റെ ഈ ഒരു പ്രശ്നത്തിൽ നിന്നും ഒരു മോചനം കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ആനടിച്ച് പറയുകയും ചെയ്യും. അങ്ങനെ അത് നിയമം നടപ്പിലാക്കും. അങ്ങനെയാണ് ഈ ഒരു സിസ്റ്റം എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ മൊത്തത്തിൽ പറയുന്നത്, ഇന്ത്യൻ രാജ്യത്ത് നമ്മുടെ ഈ ഒരു പൊളിറ്റിക്സ് എന്നുള്ളത് അത്രയും പ്രാധാന്യം നിറഞ്ഞതാണ്. അതുകൊണ്ട് നമ്മളേവരും പൊളിറ്റിക്സ് പറ്റി കുറച്ചൊന്നും അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്.